വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കി ശക്തമായിട്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളെ അച്ചീവ്മെന്റുകളും കാര്യങ്ങളൊക്കെ മോൻ വളരെ വ്യക്തമായിട്ട് 2 ദിവസം മുന്നേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. ഇനി അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ബിസിനസ് നമ്മളെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ്. ശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ ഒരാളും അതിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തരുത്. അതിന് നിങ്ങൾ എക്സ്ക്യൂസുകളൊന്നും പറയരുത്. നമുക്ക് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് വേണം നമ്മുടെ യാത്ര. അല്ലാണ്ട് വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായ എല്ലാ ആളുകൾക്കും വിജയിക്കാൻ പറ്റും. അതിൽ യാതൊരു തർക്കവുമില്ല. ആണെന്നോ പെണ്ണെന്നോ ഒന്നും നമുക്ക് ഈ ബിസിനസ്സിൽ പ്രശ്നങ്ങളില്ല. ആർക്ക് വേണമെങ്കിലും ഇതൊരു ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഈ ബിസിനസ് ഉണ്ടായിരിക്കണം. ഇതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കി വേണം ഇനിയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നോട്ട് പിന്നെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഫോളോ ചെയ്യുക. മൈലേഷ്യൻ കമ്പനിയിൽ ഒരുപാട് ആളുകൾ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അവരെന്താണോ ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായവ ഏതൊരു മേഖലയിലാണെങ്കിലും വിജയിച്ച ആളുകളെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കും അതുപോലെയുള്ള ഒരു വിജയിയായി മാറാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകൾ എപ്പോഴും ആളുകൾ കൂടുതലും കാര്യങ്ങൾ എന്താണ് ഈ പരാജയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവർ നെഗറ്റീവുകളാണ് നമുക്ക് ഫീൽഡിൽ നിന്നൊക്കെ 100% നമുക്ക് എപ്പോഴും നെഗറ്റീവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുക. ആ നെഗറ്റീവ് കിട്ടുമ്പോൾ നമ്മളത് ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിട്ടുകളയാൻ തയ്യാറാവണം. കാരണം നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിജയിച്ച ആളുകളെ നമ്മൾ ഫോളോ ചെയ്യുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുക. എനിക്ക് ഇനി കൂടുതൽ എക്സ്പീരിയൻസുകളൊന്നും പറയാനില്ല. ഒരു LTC വരെയൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായത് കൊണ്ട് തന്നെ അതിലൊക്കെ എത്താൻ സാധിച്ചു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത റാങ്കിലോട്ട് എത്തണം, അല്ലെങ്കിൽ വലിയ ഇൻകം സീലിംഗ് കടിക്കണം എന്നുള്ളതാണ് മനസ്സിലുള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അപ്പോ ഏതൊരു വ്യക്തിക്കും ഇതിന് വന്നാൽ ഇതൊരു സിസ്റ്റമാണ്, അതിന്റെ കൂടെ നിൽക്കുക. സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാ ആളുകൾക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുക. ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനില്ല. എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ ഷിബിന് എല്ലാതും പറഞ്ഞത് കാരണം കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ നിൽക്കുക, നല്ല രീതിയിലുള്ള നല്ല കമ്പനിയാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. ഇവിടെ ലേഡീസ് എന്നോ ജെന്റ്സ് എന്നോ യാതൊരു വിധ വ്യത്യാസമില്ല. നമുക്ക് ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ ഫാമിലിയിൽ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളാണെങ്കിലും ഇപ്പോ ഇതിൽ ഒരുപാട് അമ്മമാര് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് അവർക്ക് ഇതിന്റെ സാധ്യതകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ മീറ്റ് സെന്ററിലൊക്കെ അവരെ കൂട്ടി കൊണ്ടുപോയാൽ അവരും മനസ്സിലാക്കും എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ അമ്മ ചെയ്യുന്നത് നല്ലൊരു അവസരമാണെന്നും അവരും നമ്മുടെ കൂടെ നിന്ന് ഇത് ചെയ്യാൻ തയ്യാറാവും. അതിനുള്ള അവസരം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. അല്ലാതെ ചിലപ്പോ അമ്മമാര് അല്ലെങ്കിൽ ഉമ്മമാര് പറയുമ്പോഴൊന്നും ചിലപ്പോ പിള്ളേര് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പൊ ഷിബിന് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് അവരോട് ഇത് പറയുമ്പോൾ അവര് വേറെ ഒരു രീതിയിലാണ് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ വേറെ പല ജോലികളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങള് എന്ത് തന്നെയാണെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് അവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിന്ന് ഈ ബിസിനസ് തയ്യാറാവും. അത് പല ലീഡേഴ്സും ഇതിലൂടെ മാതൃകയാണ്. നമ്മുടെ പല ലീഡേഴ്സും അവരുടെ ഫാമിലി പിള്ളേരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് അറിയില്ല, അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അവർ പഠിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിനുള്ള അവസരം നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ഫാമിലിയോട് കൂടി, ഇപ്പൊ ഞങ്ങൾ ഫാമിലിയാണ്, ഞാനും മോനും LTC എന്ന റാങ്കിലാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ എന്റെ ബ്രദർ ഉണ്ട് കൃഷ്ണദാസ്, ഇന്ന് RTC എന്ന റാങ്കിലാണ്. നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കാണ് ഈ അവസരം കൊടുക്കുക.
എന്നാലേ ഏതൊരു ജോലിയാണെങ്കിലും ഇപ്പൊ വിദേശത്ത് പോകുന്നതാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് നമ്മൾ ആദ്യം അവസരം കൊടുക്കുക എന്നത് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ബ്രദറിനും മറ്റുള്ള ആളുകൾക്ക് തന്നെയാണ് ഈ ബിസിനസ് കൊടുത്തത്. പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് ഇന്ന് ഹൈറുനീസ മുസ്തഫ സാറ് എന്ന് പറയും. അവരൊന്ന് ആർട്ടിസ്റ്റ് റാങ്കിലാണ്. എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരിത് ചെയ്യാൻ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായത് കൊണ്ട് അവരൊക്കെ ഇന്ന് ആർട്ടിസിയിലും ഒക്കെ നിൽക്കുന്നു. എന്നതുപോലെ നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകളടുത്ത് പറയുമ്പോൾ ഒറ്റയടിക്ക് അവരാരും ബിസിനസ്സിലേക്ക് കടന്നു വരില്ല. പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുക. ഫോളോ അപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരിക്കൽ ഒരാളുടെ അടുത്ത് ഒരു ബിസിനസ് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അവരിതിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒരിക്കലും തള്ളിക്കളയരുത്. നിരന്തരം നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുക. കാരണം അവർക്ക് സാധ്യത മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ നിന്ന് നമ്മളെക്കാട്ടും വലിയ ലീഡേഴ്സ് ആയിട്ട് അവർ മാറും. അതിനുള്ള അവസരം നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാവുക. നമ്മൾ ഞാൻ വീണ്ടും പറയുന്ന ഒരു പോയിന്റ്, നല്ല ക്ഷമ നമുക്ക് ഇവിടെ വേണം ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. എൻ്റെ അടുത്തൊക്കെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര അധികം ക്ഷമ കിട്ടിയെന്ന്. എനിക്കറിയാം, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഫീൽഡ് പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ആ അനുഭവങ്ങൾ പല രീതിയിൽ, ഇപ്പൊ ഞാൻ RD ആയിട്ടോ LIC ആയിട്ടോ ഒക്കെ ഫീൽഡിൽ പോകുന്ന ആളുകളാണ്. ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഒരു പോളിസി തരണമെന്നോ അല്ലെങ്കിൽ ഒരു RD ചേർക്കണം എന്നോ പറഞ്ഞ് നമ്മൾ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് എടുക്കാനും അതുപോലെ പോളിസി തരാനും ഒക്കെ തയ്യാറാവും. കാരണം നമ്മളതിനെ എന്നും കാണും. ഇന്നതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സും, അതുപോലെ തന്നെയാണ്. നമ്മൾ ആളുകളടുത്ത് പറയും, അവര് നെഗറ്റീവ് പറയും. പിന്നീട് നമ്മൾ ആളുകൾ നല്ലൊരു ബന്ധങ്ങൾ ഒരു ബിസിനസ്സാണ്. നല്ല ബന്ധം നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാവും. ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ റംല മാഡമാണ് എന്നെ ഈ നിങ്ങളുടെ മോർണിംഗ് മീറ്റിംഗിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. ഞങ്ങൾ ഫാമിലി പരമായിട്ട് നല്ലൊരു ബന്ധമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പല STC ലീഡേഴ്സും അവരെയൊക്കെ നമ്മൾ പല പ്രോഗ്രാമൊന്നും കണ്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഈ ഒരു ബിസിനസ്സിനും അത് തന്നെയാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എന്നിരുന്നാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും പല ആളുകൾക്ക് ചിലപ്പോൾ അതിനൊന്നും പറ്റിക്കോണമെന്നില്ല. പക്ഷെ മൈലേഷ്യൽ ബിസിനസ്സിൽ വന്നാൽ എല്ലാവരും ഇതെല്ലാം ചെയ്യാൻ തയ്യാറാവും. പിന്നെ ഇതൊരു കൂട്ടായ്മയാണ്. എല്ലാവരും കൂടി നമുക്ക് ആകെയുള്ള ലക്ഷ്യം എന്താ? നമുക്ക് എല്ലാവർക്കും വിജയിക്കുക, വലിയ വരുമാനം നേടുക, നമ്മുടെ ഫാമിലി സുരക്ഷിതമാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അതിന് പറ്റിയ അവസരം നമുക്ക് കിട്ടി. അത് നമ്മൾ നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് പോവുക. ആരും ഇട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നിരാശ എപ്പോഴെങ്കിലുമൊക്കെ വരാം. മനുഷ്യന്മാരാണ്, നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾ ഈ ബിസിനസ്സിനെ ഒന്ന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. വിട്ടുപോകരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആളുകൾ കുറച്ച് സമയം പ്രവർത്തിക്കും. കുറച്ച് ഒരു റൂബിയോ സ്റ്റാറോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട എന്ത് പറയും? ബിസിനസ്സിൽ പിന്നെ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അപ്ലൈ ലീഡേഴ്സ് ഒക്കെ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫോൺ എടുക്കാൻ തയ്യാറാവണം. അല്ല, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും പിന്നീട് തിരിച്ചു വിളിക്കാനൊക്കെ നമ്മൾ തയ്യാറാവും. ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അവരും സമയം ഉണ്ടാക്കിയിട്ടൊന്നും ആവില്ല നമ്മളെ വിളിക്കുന്നുണ്ടാവുക. നമ്മുടെ എല്ലാവരും വിജയിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാവും സാറ് നമ്മളതിനൊന്ന് വിളിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ അതിലും തിരക്ക് പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ഫോൺ എടുക്കുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക. കുറച്ച് സമയം സംസാരിച്ചാൽ മതി. അവര് എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് ആവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ അത് നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു പോയിന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതൊരു മനുഷ്യനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തളർച്ച നമുക്ക് വരും. ആ സമയത്ത് അവരൊരു വിളി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുക്കാൻ കൂടി തയ്യാറായി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ പോയിന്റുകളാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയോട് കൂടി നമ്മൾ നിരന്തരം ചെയ്യണം. നിരന്തരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നിരന്തരം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എല്ലാവരും ശക്തമായിട്ട് തന്നെ ബിസിനസ് ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ആശകളൊക്കെ പുതിയ ഇതായി കടന്നു വന്ന ആളുകൾക്ക് മനസ്സിന്റെ ഉള്ളില് ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എന്നെ കൊണ്ട് സാധിക്കും, ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടല്ല. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് നമ്മൾക്ക് അങ്ങോട്ടും ചോദിക്കാം, സാർ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം ഇതാണ്, ഈ ബിസിനസ്സിൽ ഇന്ന കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങോട്ട് ചോദിച്ചാലും യാതൊരുവിധ തെറ്റില്ല. അപ്പൊ സാറ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇതൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് അപ്ഡേഷൻ ആയിക്കോട്ടെ,
എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഒന്ന് നിന്ന് അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കൂടെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത്രയും നല്ല മഹത്തായ അവസരമാണ് നമ്മുടെ കയ്യിൽ. നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും 10 ഇരട്ടി നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കും. നമുക്ക് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ റീറ്റെയിൽ ചെയ്താൽ നമ്മുടെ ഒരു ദിവസത്തെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ വീക്കിലി ഇൻകം, നമ്മുടെ ഇൻകം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മഹത്തായ അവസരമാണ്. പക്ഷെ അതിനൊക്കെ നമുക്ക് നല്ലൊരു ടീമിനെ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്തെടുക്കുക. ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ വീക്കിലി ഇൻകം നല്ല രീതിയിൽ കിട്ടും. പിന്നെ പെർഫോമൻസ് ബോണസ് മന്ത്ലി തരുന്ന ഒരു വരുമാനമാണ്. ഒരുപാട് ആളുകൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അച്ചീവ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ വർഷത്തിലൊരു TDF എന്ന് പറഞ്ഞിട്ട് അതും നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ഒരു ZDC മുതൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരതയോട് കൂടി നിന്ന്, വീണ്ടും ഞാൻ പറഞ്ഞു, സ്ഥിരതയോട് കൂടി നിന്ന് നമ്മൾ പ്രവർത്തിക്കുക. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോവാതെ. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇതാണ്. പല ആളുകളുടെയുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നമ്മൾ കുറച്ചു നാൾ പ്രവർത്തിക്കും, ബിസിനസ് നിർത്തിപ്പോവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾ എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ടാലും നമ്മൾ ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അവസാനം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം കിട്ടുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടും. ഏതൊരാളും സമയം പോകാൻ വേണ്ടിയിട്ടല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ശക്തമായിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന റംല മാഡത്തിനോടും മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു കമ്പനിയാണ്. നമ്മളെല്ലാവരും അത്രയും നല്ല 425 ആളുകൾ ഇന്നിവിടെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമാണ്, ഐലേഷൻ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവസരം തന്ന ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കിൽ നിന്ന് വിട വാങ്ങുന്നു. താങ്ക് യു. നല്ലൊരു മീറ്റിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നല്ല ക്ഷമയോടുകൂടി പ്രവർത്തിക്കണം. അങ്ങനെ നല്ല 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 അറിവുകളാണ് നമുക്ക് ഇന്ന് മല്ലിക മാഡം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്താലാണ് ഇത് വിജയിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ കണ്ടിന്യൂ ആയിട്ട് ഇത് നമ്മൾ ഇന്ന് ചെയ്യും, പിന്നെ 4 ദിവസത്തിന് നമ്മളത് ചെയ്യൂല. ഇന്നിപ്പോ ഒരു 2 പേഴ്സിന് ഓർഡർ വന്നാൽ അന്ന് നമുക്ക് നല്ല ഉഷാറായിരിക്കും. പിന്നെ 4 ദിവസത്തിന് നമ്മൾ ഒരു തിരിഞ്ഞു നോക്കലും ഇതുമേലേക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ പറ്റൂല. ഡെയിലി കാണാനും പിന്നെ അവരെ നേരത്തെ കണ്ട ആളെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസങ്ങളിലും മുന്നോട്ട് പോകുക. അതിന്റെ ഇടയിൽ എല്ലാ പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും കാണുക, കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്ന് കേട്ടു, ഇനിയിപ്പോ ഇന്ന് കേട്ട തന്നെയല്ലേ നാളെയും കേൾക്കണേ എന്നുള്ള ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാ ദിവസങ്ങളിലും മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കാൻ തയ്യാറാവുക. ഇന്ന് കേട്ടതിന്റെ ചിലപ്പോൾ നാളെ കേട്ടത്. ഇപ്പൊ സിബിൻ സാർ വന്ന് പറഞ്ഞത് തന്നെയാണ് മല്ലിക മാഡം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്ന് കേട്ടത് തന്നെയാണ് ഇന്ന് കേട്ടത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു സ്റ്റോറി, അവർക്ക് വന്ന എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ അത് നമുക്ക് നല്ല മനസ്സിൽ പതിഞ്ഞില്ലേ. ഇപ്പൊ 2 പ്രാവശ്യം 2 ആൾ വന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്നാ നമുക്ക് ഇതേപോലെ പറയാൻ അറിയുന്നോ അതുവരെ നമ്മൾ ഇത് കേൾക്കണം. എന്നിട്ട് പിന്നെ കേൾക്കണ്ടെന്നല്ല, പിന്നെ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ കേൾക്കുക. അപ്പൊ ടീം നമ്മളുണ്ടെങ്കിലുള്ള ടീം വന്ന് കേൾക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഇതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് കണ്ടിന്യൂ ആയിട്ട് കേൾക്കുക എന്നുള്ളത് മാഡം പറഞ്ഞു. അതേപോലെ തുടർച്ചയായിട്ട് കേൾക്കുക. തുടക്കക്കാരായ ആളുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മല്ലിക മാഡം പറഞ്ഞത്. നമ്മുടെ താഴെ ടീം സെറ്റ് ആയില്ല എന്ന് പറഞ്ഞ സത്യമായ കാര്യമാണ്. നമുക്കത് മാനസികമായിട്ട് ചില സമയത്ത് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് നല്ലൊരു സമാധാനമായിട്ട് നല്ല രീതിയിലുള്ള വാക്കുകളാണ് മല്ലിക മാഡം പറഞ്ഞത്. കറക്റ്റ് ആണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന് പാർട്ടി കൺഗ്രാറ്റുലേഷൻ മല്ലിക മാം. ടീം ഹസ്മില മാഡം. ഓക്കെ, ഞാൻ ഫസ്റ്റിലൊന്നും കേട്ടില്ലേനു. പിന്നെ ഞാൻ ഹസ്ബൻഡ് പോയതുകൊണ്ടാണ് കേൾക്കാൻ കുറച്ച് നേരം വൈകി.
അടിപൊളിയായിട്ടാണ് മാഡം നമ്മൾ ക്ലാസ് എടുത്തു തന്നത്. അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് മാഡം നമുക്ക് പറയുന്നത് കുറേ പോയിന്റുകൾ. അതിൽ ഒരു പോയിന്റ് ആണ് എടുത്തു പറയാണ്, പിന്നെ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ. അതായത് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിലൂടെ കുറെ ആൾക്കാരെ കിട്ടും എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. കാരണം വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. എനിക്കിപ്പോ ഞാൻ തുടക്കത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞോട് പ്രൊഡക്റ്റ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തികയുന്നില്ല. എത്രക്ക് വാങ്ങിയിട്ടും ആൾക്കാര് പിന്നെയും കണ്ടിന്യൂ ആയിട്ട് ആൾക്കാരെ എടുത്തിട്ട് എനിക്കിപ്പോ ഇനി എന്റെ അടുത്ത് സാധനം കുറവാണ്. അത്രയും ആദ്യം ഞാൻ വിചാരിച്ച് 15 റുപ്യന്റെ സാധനം എന്റെ ബാഗിൽ വെച്ചപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ഒരു 1000-2000 റുപ്യന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ. എനിക്ക് ബേജാറാവും, പഠിച്ചോണ്ട് ഇനി എന്താക്കും അടുത്ത ആൾക്കാർ ചോദിക്കുമ്പോ. അപ്പൊ ഞാൻ പിന്നെയും പോയി പ്രൊഡക്റ്റ് എടുത്ത് ഇന്നലെ ഇപ്പൊ 3-4 കവച പ്രാശിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അത് ഇന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കൊടുത്താൽ കഴിഞ്ഞ്, ഇനി അടുത്ത് വേറെ എടുക്കണം. അപ്പൊ അത്രയും റിസൾട്ടാണ് നമ്മളെ പ്രൊഡക്റ്റിന്. പിന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരും ഞാൻ സ്റ്റാറ്റസ് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. അതേപോലെ പ്രൊഡക്റ്റ് നല്ലതാണ്, എന്തായാലും എനിക്ക് ആളെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നിപ്പോ മാഡം പറഞ്ഞു തന്നെ. അതേപോലെ 10 ആളില് 11ാമത്തെ ആളായിരിക്കും നമ്മൾ പറഞ്ഞിട്ട് കേട്ടുങ്ങാന് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുണ്ടാവുക. അങ്ങനെ ഒരാളെയും കൂടി എനിക്ക് കിട്ടാണ്ട് ഇൻഷാ അല്ലാഹ്. അതും വരാതിരിക്കൊന്നുമില്ല. അപ്പൊ അടിപൊളിയായിട്ടായിരുന്നു മാഡം കുറെ ക്ലാസ്സുകൾ എടുത്തത്. ഞാൻ കൂടുതൽ പറയില്ല, ബാക്കി കുറെ ആൾ എൻട്രീസ് ചെയ്തത്. താങ്ക് യു. MC ചെയ്ത ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. ഇന്ന് MC ചെയ്ത ജയശ്രീ മാഡത്തിനും ഇന്നത്തെ സൂം മീറ്റിംഗിൽ ഗസ്റ്റായി വന്നിട്ടുള്ള മല്ലിക മാഡത്തിനും 1000 അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. പിന്നെ മാഡം പോസ്റ്റ് ഓഫീസിൽ RD ഏജന്റായും LIC ഏജന്റായും വർക്ക് ചെയ്ത മല്ലിക മാഡം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞു വന്നു. നമ്മുടെ കമ്പനിയുടെ പ്രധാന ഘടകമാണെന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏതൊരു വ്യക്തിക്കും കിട്ടുന്നതാണെന്നും അതിനെയൊക്കെ തരണം ചെയ്ത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണമെന്നും ക്ഷമയും വേഗതയും ഈ ബിസിനസിന്റെ പ്രധാന ഘടകമാണെന്നും മാഡം നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ആ മാഡത്തിന് ഏതായാലും ഇന്ന് മോർണിംഗ് മീറ്റിൽ MC ചെയ്ത നമ്മുടെ അസോസിയേറ്റും കൂടെ നമ്മുടെ ജയശ്രീ മാഡം നല്ല എനർജറ്റിക് ആയി തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. അതുപോലെ ഗസ്റ്റായിട്ട് വന്ന നമ്മുടെ മല്ലിക മാഡം നമുക്ക് ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതും പഠിച്ചെടുക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതിന് തന്നെ ലീഡേഴ്സിന് മാഡം നല്ല രീതിയിൽ തന്നെ MC കൈകാര്യം ചെയ്തു. പിന്നെ ഇന്ന് നമുക്ക് ഗസ്റ്റായി വന്ന മല്ലിക മാഡം വളരെ നല്ല രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ ഇതിൽ വേണ്ടത് നമുക്ക് നമ്മുടെ ബിസിനസ് ആണ് എന്നുള്ളൊരു ബോധം, ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുക. പിന്നെ മീറ്റിംഗും ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് നമുക്ക് കൂടുതൽ അറിവ് നേടുക. പിന്നെ ബന്ധങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവരൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുത്താനും. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം, അത് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ്. അപ്പോ ഏതായാലും നല്ല ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാഡം നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏതായാലും മാഡത്തിന് അടുത്ത റാങ്ക് എത്രയും വേഗം എത്താനും നമുക്ക് എല്ലാവർക്കും അതേപോലെ മാഡം പറഞ്ഞതുപോലെ രീതിയിലൊക്കെ പ്രവർത്തിച്ച് മാഡത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് മൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. അടുത്തായിട്ട് സക്കീന നാസർ, പ്ലീസ് വെൽക്കം. നല്ല മഴയാണ്, അതുകൊണ്ട് കിട്ടൂല എന്ന് വിചാരിച്ചെന്നെ ആദ്യം അഡ്രസ് ചെയ്തപ്പോൾ കിട്ടണേ വിചാരിച്ച് അഡ്രസ് ചെയ്തതാണ്. പിന്നെന്താ സാറേ പറയാനുള്ളത്, എന്താ നമ്മളെ മല്ലികാമ്പഴത്തെ ക്ലാസ് കേട്ടാൽ എനിക്കൊരു അമ്മ കുട്ടികളോട് പറയും പോലാ തോന്നിയത്. കാരണം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ഏത് കേൾക്കാത്ത മക്കളും കേൾക്കും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംസാരമാണ്. അത് ചെയ്യാത്തവർക്കും ബിസിനസ് ചെയ്യാൻ തോന്നുന്നുള്ള രീതിയിലുള്ള അത്ര ഭാഗ്യവതിയായ അമ്മയാണ്. ഫാമിലിയും കൂടെ എന്നത് കൊണ്ടാണ് ഇത്ര നന്നായി വിജയിക്കാൻ പറ്റിയത്. നമ്മളെ ഫാമിലി സപ്പോർട്ട് ഏറ്റവും വലുതാണ് നമുക്ക്. നമ്മളെ ഫാമിലിയോ നമ്മളെ കുട്ടികളും നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉയരത്തിലെത്താൻ പറ്റും. പിന്നെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വിൽക്കാൻ പറ്റുമോ, ഒരു 90 രൂപ സോപ്പൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെ. എനിക്കിപ്പോ പ്രൊഡക്റ്റ് ചെയ്യാത്തൊരവസ്ഥ. പിന്നെ ലീഡർമാർ സമ്മർദ്ദം ചെലുത്താൻ നമ്മൾ ഒരിക്കലും കാത്തിക്കാത്ത പ്രൊഡക്റ്റ് എടുക്കാൻ. നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് പ്രൊഡക്റ്റ് വേണോ, എനിക്ക് ഇത്രയും സാധനം എടുക്കണോ, തീർന്ന അനുസരിച്ച് തന്നെ കയറ്റി വെക്കണം വീണ്ടും, അങ്ങനെ സ്വന്തം ഒരു ബിസിനസ് ആയിട്ട് എൻ്റെ ഒരു കട ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം.
പിന്നെ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ സീസൺ പ്രൊഡക്റ്റ് എടുക്കണം. ഇപ്പം ഞാൻ കൊടുക്കണ ഏറ്റവും കൂടുതൽ കവചപ്രാശ, ഞാൻ ഉപയോഗിച്ച കവചപ്രാശ ഇപ്പം 3 എന്റെ കൈമേൽ, പക്ഷെ സ്റ്റോക്കൗട്ട് ഇപ്പൊ ടെൻഷനായി നിൽക്കുക, ഒരു 10 എണ്ണം കൂടി എടുക്കേണ്ടീന്. അപ്പോ അത് സീസണിൽ ഇപ്പൊ ഞാൻ കവചപ്രാശോ, കഫ്നില്, നമ്മളെ പിന്നെ ഇൻഹീലർ, ഇതൊക്കെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റിയ അവസരം. ഒരു പേസ്റ്റ് ഫോക്കസ് ചെയ്യുന്നേക്കാൾ കവചപ്രാശം ഫോക്കസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്തത് എനിക്ക് നല്ല സൂപ്പർ ആയിരുന്നു. സന്തോഷമുണ്ട്. മല്ലിക മേഡം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. നമുക്കിതിൽ ഏറ്റവും വേണ്ടത് നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ MC ചെയ്ത ജയശ്രീ മേഡം